എൻ്റെ പേര് ബിനു. ഞാൻ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിൽ കിളിമാനൂർ എന്ന സ്ഥലത്ത് ഹൈവേ ടയേഴ്സ് എന്ന സ്ഥാപനം നടത്തുകയാണ്. ഞങ്ങൾ 2010 ഞങ്ങൾ ആദ്യമായിട്ടും കാറിൻ്റെ PCR സെക്ഷനിലെ അലൈൻമെൻറ്റ് സെൻറ്റർ ഞങ്ങളോട് ഓപ്പൺ ചെയ്തു. ഞങ്ങളുടെ ഏരിയയിലെ ഫസ്റ്റ് ഷോപ്പായിരുന്നു അത്. ഇപ്പോൾ 15ഓളം ഷോപ്പുകൾ ഞങ്ങളുടെ ഈ ഭാഗങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് കാറിൻ്റെ അലൈൻമെൻറ്റ് സെൻറ്ററും. അപ്പോൾ ഞങ്ങൾ 15 വർഷത്തോളം ആയി അടുത്തൊരു എക്സ്പാൻഷനെ പറ്റി ആലോചിച്ചപ്പോൾ ഞങ്ങളുടെ ഏരിയയിൽ ഇല്ലാത്ത ഒരു സംരംഭം തുടങ്ങണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ട്രക്ക് അലൈൻമെൻറ്റ് എന്നൊരു മേഖല തിരഞ്ഞെടുക്കാൻ കാരണം. കൂടാതെ ഞങ്ങളുടെ ട്രിവാൻഡ്രം കേന്ദ്രമാക്കി പുതിയ വിഴിഞ്ഞം സീപോർട്ട് വരികയാണ്. കൂടാതെ ഏതാനും പുതിയ ഹൈവേകൾ കൂടി നമ്മുടെ പരിസരത്ത് കൂടി പുതിയതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനെ ഒക്കെ കണക്ട് ചെയ്തുകൊണ്ട് ട്രക്കിലേക്ക് ഒരു പുതിയ സെഗ്മെൻറ്റ് നോക്കേണ്ടത് ആവശ്യമുണ്ട് എന്നൊരു തിരിച്ചറിവാണ് ഈ ട്രക്കിൻ്റെ ഫീൽഡിലേക്ക് വരാനായിട്ട് കാരണം. അപ്പോൾ ഞങ്ങൾ ഒരു സ്ഥലം കണ്ടെത്തി, അതിന് ഒരു ബിൽഡിംഗ് ആയി. അത് കഴിഞ്ഞ് മിഷനറി ഏത് വേണം എന്നൊരു ചിന്ത വന്നു. അപ്പോൾ എൻ്റെ 15 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ടും എൻ്റെ സഹപ്രവർത്തകർ യൂസ് ചെയ്യുന്ന മിഷനറിയുടെ ഫീഡ്ബാക്ക് വെച്ചിട്ടും ഞങ്ങൾ ലോകത്തെ നമ്പർ 1 മിഷനായ ഹണ്ടറിലേക്ക് തന്നെ പോകണം എന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് ഞങ്ങൾ ഇന്ത്യയിൽ തന്നെ ഫസ്റ്റായിട്ട് അവർ വേൾഡ് വൈഡ് പുതിയ ഇറക്കിയ മെഷീൻ തന്നെ ചൂസ് ചെയ്തു. കുറച്ച് എക്സ്പെൻസീവ് ഒക്കെ ആയിരുന്നു മെഷീൻ, എന്നാലും ഞങ്ങൾ ആ മെഷീൻ തന്നെ ചൂസ് ചെയ്തു. നല്ല ഫീഡ്ബാക്കാണ്. മെഷീൻ സംബന്ധമായി എനിക്കൊരു ബാഡ് ഒന്നും പറയാനില്ല. ഇക്കഴിഞ്ഞ 2 വർഷമായി ഞാൻ ഈ പ്രോജക്റ്റിൻ്റെ പുറകിലായിരുന്നു. അപ്പോൾ 1 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ മിഷനറി ഏത് വേണം എന്നതിനെ പറ്റി പല ചിന്തകളും വന്നു. അപ്പോഴാണ് ഇതിൻ്റെ ടെക്നോളജികൾ മാറുന്നതിനെ പറ്റിയിട്ട് ഹണ്ടറിൻ്റെ ആൾക്കാർ തന്നെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്നത് വയർലെസ് ടെക്നോളജി അല്ലായിരുന്നു ട്രക്കിന് യൂസ് ചെയ്യുന്നത്. കൺവെൻഷൻ രീതിയിൽ കേബിൾ വരുന്നതും സെൻസർ വരുന്ന രീതിയായിരുന്നു. അപ്പോൾ കാറിൻ്റെ പോലെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന 3D വയർലെസ് മെഷീൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആക്ച്വലി ഞങ്ങൾ ആ മെഷീന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. അത് മെഷീൻ വന്ന് ഞങ്ങളുടെ മെഷീൻ ഇന്ത്യയിലെ സെക്കൻഡ് മെഷീനാണ് ഞങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്തത്. അത് തന്നെ ഞങ്ങൾക്ക് ഒരു പ്ലസ് പോയിന്റ് ആയിട്ടുണ്ട് നമ്മുടെ കസ്റ്റമർ കൺവിൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതാണ് എനിക്ക് മെഷീനെ പറ്റി പറയാനുള്ളത്. ഹണ്ടറിൻ്റെ മെഷീനിലേക്ക് തന്നെ ഞാൻ പോകാൻ മറ്റൊരു കാരണം, ഞാൻ ഹണ്ടറിൻ്റെ ഒരു ബാലൻസിങ് മെഷീൻ റോഡ് ഫോഴ്സ് പ്രോ ഒരു 4 വർഷമായി യൂസ് ചെയ്യുന്നുണ്ട്. എനിക്കത് നല്ല ഫീഡ്ബാക്കാണ് തന്നിരിക്കുന്നത്. കസ്റ്റമേഴ്സും സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ സർവീസ് എന്തെങ്കിലും വന്നാലും അവർ വളരെ ഫാസ്റ്റായിട്ട് തന്നെ അത് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, സോൾവ് ചെയ്ത് തരുന്നുമുണ്ട്. മറ്റുള്ള ഞാൻ ഉപയോഗിക്കുന്ന മെഷീൻസ് വെച്ചിട്ട് നല്ല ബാക്ക് സപ്പോർട്ടാണ് അവർ തരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഹണ്ടറിലേക്ക് തന്നെ പോകാൻ തീരുമാനം. ഇപ്പം ഞങ്ങളുടെ ഇവിടെ ഇരിക്കുന്ന അലൈൻ മെഷീൻ അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് 3D വയർലെസ് മെഷീനാണ്. കൂടാതെ ടയർ ചേഞ്ചർ ഹണ്ടറിൻ്റെ തന്നെ ടയർ ചേഞ്ചറാണ്. ബാലൻസിങ് മെഷീനും എടുത്തിട്ടുണ്ട്. ട്രക്കിൻ്റെ ബാലൻസിങ് മെഷീൻ എടുത്തിട്ടുണ്ട്. അതും ഹണ്ടറിൻ്റെ തന്നെയാണ്. ഓൾ ഓവർ 100 മയമാണ് എൻ്റെ ഷോപ്പ് ഇപ്പോൾ. ഇത് കൂടാതെ ഞാൻ ഈ മെഷീൻ എടുക്കാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ ബാംഗ്ലൂരുള്ള മധുസിൻ്റെ ഗാരേജിൽ പോയി നേരിട്ട് വിസിറ്റ് ചെയ്ത് അവരുടെ ഓഫീസിൽ അവരുടെ എങ്ങനെയാണ് ഈ കസ്റ്റമർ സപ്പോർട്ട് ചെയ്യുന്നതെന്നും ആ സിസ്റ്റം എല്ലാം നേരിട്ട് മനസ്സിലാക്കി. അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വളരെ ആക്യുറേറ്റ് ആയിട്ടാണ് അവർ ഈ കംപ്ലയിൻസുകൾ അറ്റൻഡ് ചെയ്യുന്നതും അത് സോൾവ് ചെയ്യുന്നതും അതിൻ്റെ പാർട്ട് സപ്ലൈ എല്ലാം എനിക്ക് ഡയറക്റ്റ് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ മെഷീനിലേക്ക് പോകാനുള്ള പ്രധാന കാരണം. എനിക്ക് ഇതുവരെയുള്ള സപ്പോർട്ട് വളരെ നല്ല സപ്പോർട്ടാണ് ചെന്നുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു ടീം മധുസ്.